അങ്ങനെ ഞങ്ങൾ ആര്യഭവനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് കണ്ണൂരുകാരുടെ സ്വന്തം മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കൂടെ വന്നവരിലേക്ക് ഒരുപാട് പേര് ഭക്ഷണക്കടവ് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ 3 പേരും വരുന്നത് ആദ്യമായിട്ടാട്ടോ. ഞങ്ങളിപ്പം പുറകുവശത്ത് വണ്ടി ഇട്ടിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ ഒരു പ്രദേശം, അതായത് കണ്ണൂർ ആദ്യമായിട്ടാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് അവിടെ വന്നപ്പം സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു വിഷ്വൽ എന്താണെന്ന് വെച്ചാൽ, അമ്പലത്തിൽ അടുക്കും തോറും ഒരുപാട് നായ്ക്കുട്ടികളെ കണ്ടു കേട്ടോ. അവിടെ ഇതിനൊന്നും ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. അവിടെ അമ്പലത്തിൽ അടുക്കും തോറും ഒരുപാട് നായ്ക്കുട്ടികളെ കണ്ടു. ഞങ്ങൾ പിന്നെ ദൂരെ നിന്ന് വന്നതുകൊണ്ട് ആദ്യം ഒന്ന് പോയി വാഷ്റൂമിലൊക്കെ കയറി ഫ്രഷ് ആയിട്ടാട്ടോ അമ്പലത്തിൽ പോയത്. 2 സൈഡിലും ഇങ്ങനെ കടകളൊക്കെ ആയിട്ട് നടുക്കൂടെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇതുപോലെ തിരക്കുണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടി. പ്രസാദമായിട്ട് വൻപയർ പുഴുങ്ങിയതും അതുപോലെ ചായ ആട്ടോ കിട്ടിയത്. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അമ്മയപ്പായും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അമ്മയപ്പായും വന്നപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണെന്ന് തോന്നുന്നു, അവിടെ ഞങ്ങൾക്ക് പോയിട്ട് അവിടെ നമുക്കിങ്ങനെ നിന്ന് ഹൗസ് ബോട്ടും അങ്ങനത്തെ ഒക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഹൗസ് ബോട്ടും അതുപോലെ ചെറിയ മഴക്കാറും അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ലായിരുന്നു, കാരണം നമുക്ക് വൈകുന്നേരം ഉടുപ്പിയിലെത്തണമല്ലോ. അതുകൊണ്ട് അക്കയൊക്കെ വിളിച്ച് കാണിച്ച് അവിടുത്തെ അമ്പലം എല്ലാം കണ്ട് ഒന്നും കൂടെ തൊഴുതിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ചു. ഈ കയറ്റം കയറിയിട്ടാട്ടോ ഞങ്ങൾ അവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നത്. ഞങ്ങളായിരുന്നു കേട്ടോ അവസാനം ലേറ്റ് ആയത്, കാരണം ഞങ്ങൾ വെള്ളമൊക്കെ മേടിച്ച് തൊഴുത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് സമയം പോയായിരുന്നു. അതുകൊണ്ട് ഓടി കയറുന്ന കേട്ടോ നിങ്ങളീ കാണുന്നത്. പിന്നെ ഞാൻ ടി വിയിലും ഫോണിലൊക്കെ ഞാൻ മുത്തപ്പനെയും അതുപോലെ ഈ അമ്പലമൊക്കെ കണ്ടിട്ടുള്ളൂ, ഈ കഥകൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് മുത്തപ്പനെ കാണാൻ പറ്റി, അതുപോലെ കണ്ണൂർ വരാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല മനുഷ്യരാണ് അവിടെ ഉള്ളത്. അതുപോലെ മുത്തപ്പനെ കാണാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമാണ്. അവിടുന്ന് പ്രസാദം കഴിക്കാൻ പറ്റി, അതുപോലെ അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ എല്ലാം നല്ലതായിട്ട് പോയി കേട്ടോ കണ്ണൂർ ഞങ്ങൾ ചെന്നപ്പോഴാട്ടോ ഞങ്ങൾ മാത്രമല്ല ഇനി ആൾക്കാർ വരാനുണ്ടെന്ന് അറിഞ്ഞത്. അന്നേരം ഞാനവിടെ മടുത്തപ്പോൾ ഒരു കല്ലിരുന്ന വീഡിയോ അപ്പം എടുത്താട്ടോ. ബാക്കി ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ വിശേഷങ്ങൾ കാണിക്കാമേ.